നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ 2026 തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി FC ബാഴ്സലോണ ഇറങ്ങുകയാണ്. എതിരാളികൾ നഗരവൈരികളായ എസ്പാന്യോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാശിയും വൈരവുമുള്ള ഒരു പോരാട്ടം പ്രതീക്ഷിക്കുന്നു. രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഞായറാഴ്ച പുലർച്ചെ 1:30 ഈ കളി എസ്പാന്യോളിൻ്റെ മൈതാനത്ത് നടക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് സ്വാഭാവികമായിട്ടും വളരെ സ്പൈസി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോയൻ ഗാർഷ്യ പോയ സീസണിൽ എസ്പാന്യോളിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ്. ഇപ്പോൾ അദ്ദേഹം FC ബാഴ്സലോണയുടെ വല കാക്കുന്നു. സോ തൻ്റെ പഴയ ക്ലബിൻ്റെ മൈതാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ ആരാധകർ അത്ര മികച്ച രൂപത്തിലായിക്കൊള്ളണമെന്നില്ല അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. കൂവി വിളിക്കലും ചാൻറ്റുകളും ഒക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ അത് ശരിയല്ല എന്ന തരത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ എസ്പാന്യോളിൻ്റെ കോച്ച് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഴയ കാര്യം, ലൂയി ഫിഗോ ബാഴ്സലോണ വിട്ട് റയൽ മാഡ്രിഡിലേക്ക് പോവുകയും പിന്നെ റയലിനൊപ്പം കളിക്കാൻ ക്യാമ്പ് നൗവിൽ വന്നപ്പോൾ ഉണ്ടായ സ്ഥിതി എന്തായിരുന്നു? പന്നിത്തല എറിഞ്ഞത് ഓർമ്മയുണ്ടോ? അതടക്കം പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബാഴ്സലോണയുടെ ലെക്ചറൊന്നും ഇങ്ങോട്ട് വേണ്ട, ക്ലാസ് എടുക്കലൊന്നും ഇങ്ങോട്ട് വേണ്ട, ആരാധകർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, അതങ്ങനെയാണ് എന്നിപ്പോൾ ഏതായാലും അവരുടെ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. മനോലോ ഗോൺസാലസ് അവരുടെ കോച്ച് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പറയുന്നു. ഒരു ലെക്ചേഴ്സ് ഇങ്ങോട്ട് വേണ്ട, ഒരു ക്ലാസ് എടുക്കൽ ഇങ്ങോട്ട് വേണ്ട. സ്വാഭാവികമായിട്ടും ആരാധകർ വളരെ വോക്കലായിരിക്കും, ശബ്ദമുണ്ടാക്കും, അത് നേച്ചുറലാണ്. തീർച്ചയായിട്ടും ഈ മാച്ചിൽ എതിരാളികൾക്ക് ബൊക്കയും റോസിൻ്റെ ബൊക്ക കൊടുത്തതല്ല ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. കോമൺ സെൻസാണ്. ഈ രൂപത്തിലുള്ള ഹൊസ്റ്റൈലായിട്ടുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ക്യാമ്പ് നൗ പോകുമ്പോൾ എന്താ അവരവിടെ ചാൻഡ് ചെയ്യാറില്ലേ? റെലഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേരെ അവർ ചാൻഡ് ചെയ്യാറില്ലേ? അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. തീർച്ചയായിട്ടും എല്ലാവരും എസ്പാന്യോളിൻ്റെ ആരാധകർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നേരെ കുതിര കയറാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏതായാലും ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് അവർ ചെയ്ത കാര്യങ്ങളൊന്നും ആർക്കും ഒരു മാതൃകയൊന്നുമല്ല. അവരുടെ പെരുമാറ്റം ആർക്കും മാതൃകയൊന്നുമല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ലൂയി ഫിഗോ ക്യാമ്പ് നൗവിലേക്ക് കളിക്കാൻ വന്ന കാര്യം? അതൊന്ന് ഓർത്താൽ മതി. അപ്പോൾ അറിയാം ബാഴ്സയുടെ ആരാധകർ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ ആരെയും പഠിപ്പിക്കാനുള്ള പൊസിഷനിലൊന്നുമല്ല. ഐ ഡോണ്ട് തിങ്ക് ദേ ആർ ഇൻ എ പൊസിഷൻ ടു ലെക്ചർ എനിവൺ. എസ്പാന്യോൾ ഫാൻസ് അവർക്ക് എന്താണോ തോന്നുന്നത് അതനുസരിച്ച് അവർ പെരുമാറും. മാച്ച് ഇതൊരു ഫുട്ബോൾ മാച്ചാണ്, അതിനാ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്ന് തന്നെ കോച്ച് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഏതായാലും അദ്ദേഹം പറയുന്നു ഐ ഡോണ്ട് കെയർ അബൌട്ട് ദി ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ജോയൻ ഗാർഷ്യയെക്കുറിച്ച് പറയുകയാണ്. ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ദി ജോയൻ ഗാർഷ്യ ഇഷ്യൂ എന്നാണ് ഇപ്പോൾ അവരുടെ കോച്ച് പറയുന്നത്. അതേസമയം ഹൻസി ഫ്ലിക്ക് ഈ വിഷയത്തെ കണ്ടത് ഇന്ന് അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചത് ഇങ്ങനെയാണ്. എസ്പാന്യോൾ ഫാൻസും ജോയൻ ഗാർഷ്യ എന്ന് പറഞ്ഞാൽ അത് നോർമലാണ്. ഇത്തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ഒരു ഹീറ്റഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവിടെ പോയി കളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോയിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ച എന്താ നമ്മൾ കണ്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. അവൻ നല്ല കോൺഫിഡൻസ് ആണ്, നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് നാളെ നടത്താൻ പറ്റുമെന്ന് അവൻ വിശ്വസിക്കുന്നു എന്നാണിപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ എത്താം.